ഇതിൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ മേൽ പകരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് നന്ദി പറയും. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുവാൻ, ഇടപെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. നെഹമ്യാവിന്റെ പുസ്തകമാണ് ഞാൻ ധ്യാനിച്ചത്. അനവധി സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ പകർന്ന ചില ദൈവിക ദൂതുകളെ പങ്കുവച്ചിട്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് നെബൂഖദ്നേസർ എന്ന രാജാവ്, പേർഷ്യൻ രാജ്യം, ഇന്നത്തെ പേർഷ്യൻ രാജ്യം, അതായത് ഇറാൻ, ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഭരിച്ച രാജാവ്, അദ്ദേഹം ദേവാലയത്തെ നശിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുള്ള പൊന്ന്, വെള്ളി മുതലായ പാത്രങ്ങളും എല്ലാം കവർന്നു കൊണ്ടുപോയി. അത് മാത്രമല്ല, പട്ടണത്തെ അദ്ദേഹം നശിപ്പിച്ചു. അതിന്റെ സിറ്റീസ്, അതിന്റെ പട്ടണങ്ങൾ, അതിന്റെ വാളുകളെല്ലാം നശിപ്പിച്ചു. നമുക്കറിയാം, അതിനുശേഷം ദൈവം എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനാണ് എസ്ര എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു തലമുറ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയ, അടിമത്തത്തിലേക്ക് പോയ ഒരു തലമുറ തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്നു. അവർ തിരിച്ച് യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ചുറ്റുപാടുകൾ വളരെ ശോചനീയമായി, ഒരു തരത്തിലും പുകഴ്ച പറയുവാൻ പറ്റാത്ത രീതിയിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി യെരുശലേം മാറി. ദൈവമക്കളെ, അങ്ങനെ എസ്രായുടെ നേതൃത്വത്തിൽ പോയ ഒരു സംഘത്തിൻ്റെ അകത്ത് നെഹമ്യാവിന്റെ സഹോദരനും ഉണ്ടായിരുന്നു. ഒരു 10-13 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവ് അവിടെയുള്ളവർക്ക്, അടിമകൾക്ക് പോകുവാൻ അനുവാദം കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ പോയവരിൽ നെഹമ്യാവിന്റെ ബ്രദറും ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് നെഹമ്യാവിനോട് യെരുശലേമിന്റെ അവസ്ഥകളെ പറ്റി പറഞ്ഞപ്പോ, യെരുശലേമിന്റെ അവസ്ഥകളെ കണ്ടിട്ട് നെഹമ്യാവിന്റെ ഹൃദയം തകർക്കപ്പെടുന്നതാണ് ആ അധ്യായത്തിന്റെ 1-ാമത്തെ ഇതിവൃത്തം. സ്തോത്രം. നെഹമ്യാവ് ആരായിരുന്നു? നെഹമ്യാവ് ഒരു പാനപാത്രവാഹകനായിരുന്നു. He was a cup bearer. The third in command of the country. രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന 3-ാമത്തെ ആൾ. നിശ്ചയമായി 1-ാമത് രാജാവാണ്, 2-ാമത് ക്വീനാണ്, അല്ലെങ്കിൽ രാജ്ഞിയാണ്. 3-ാമതായിട്ട് വരുന്ന ആളാണ് കപ്പ് ബെയറർ. He is the most trustworthy person. ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഒരു പദവിയിലാണ് നെഹമ്യാവിരിക്കുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും രാജാവിനെ വധിച്ചിട്ട് അടുത്ത രാജാവാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ലോ പോയിസൺ ആണെങ്കിലും, ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിലും, ഫുഡിനകത്ത് വിഷം കലർത്തി രാജാക്കന്മാരെ വധിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അതിനെ തടയുവാൻ വേണ്ടി വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ആ പോസ്റ്റിൽ ഇരുത്താറുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു പദവി അലങ്കരിക്കുന്ന ഒരു മാന്യമായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടാരത്തിന്റെ അകത്ത് മാന്യമായ ഒരു ജോലി ഉണ്ടായിരുന്ന ആളാണ് നെഹമ്യാവ്. നെഹമ്യാവിന് ദൈവത്തിന്റെ ആലയത്തെ പറ്റിയോ യെരുശലേമിന്റെ മതിലുകളെ പറ്റിയോ കരയേണ്ട ഒരു കാര്യവുമില്ല. According to him, he is in a safe zone. വൈറ്റ് ഹൗസിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്നവന് ഭാരതത്തിലെ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിനകത്തിൽ ആത്മഭാരം വരാൻ എന്താ സാധ്യത? ഒരു സാധ്യതയില്ല. ബിക്കോസ് ഐ എം വെൽ സെറ്റിൽഡ്. എൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ആണ്, എൻ്റെ അടുത്ത തലമുറ സെക്യൂർ ആണ്. ഇതെൻ്റെ അകത്ത് കയറുന്ന ഒരു ചിന്തയാണ്. എന്നാൽ ദൈവമക്കളെ,
heart of Nehemiah was so broken. നെഹമ്യാവിന്റെ ഹൃദയം തകർക്കപ്പെട്ടു. അവിടെ ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നെഹമ്യാവ് ഈ വാർത്ത കേട്ടപ്പോ ഇരുന്ന് കരഞ്ഞു. He was in depression. അവന്റെ മുഖം കണ്ടപ്പോ രാജാവിന് മനസ്സിലായി ഇവനെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ആ മറുപടി ഇതാണ്, എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം. I need to pray, I need to seek the presence of God. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനൊരു ദൂത് പറയട്ടെ. അകത്ത് കരച്ചിലുള്ളവന്, അകത്ത് ആത്മഭാരമുള്ളവന് പ്രാർത്ഥനാ മുറിയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. ആ ഇൻവിറ്റേഷൻ പ്രകാരം അവൻ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുമ്പോൾ ദൈവം അവനു വേണ്ടി ഒരു ദർശനത്തെ കൊടുക്കും. Today's message is Nehemiah's vision. നെഹമ്യാവിന്റെ ദർശനം എന്നുള്ളതാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. നെഹമ്യാവേ, നീ എന്തിനാ കരയുന്നേ? കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കുറെ നാൾ അറിയില്ല, 7 days, 21 days, 40 days, I don't know. The Bible says he fasted for some days. കുറെ നാള് ദുഃഖിച്ചു ഉപവസിച്ചു. നല്ല ജോലി കിട്ടാനാണോ പ്രാർത്ഥിച്ചേ? ശമ്പളം കൂട്ടി കിട്ടാനാണോ പ്രാർത്ഥിച്ചേ? കൊട്ടാരത്തിൽ താമസം കിട്ടാനാണോ പ്രാർത്ഥിച്ചേ? ഒന്നും അല്ല കേട്ടോ. പ്രാർത്ഥിച്ചത് ദൈവിക വിഷയത്തിന് വേണ്ടിയാണ്. പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം ആമേൻ ദർശനത്തെ കൊടുത്തു. പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് രാത്രി ദർശനത്തെ ദൈവം നൽകിത്തരും. ആത്മഭാരം നൽകിത്തരും. ആത്മഭാരമുള്ളവരോട് മീറ്റിംഗ് വരണമെന്ന് പറയണ്ട. ആത്മഭാരമുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണ്ട. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. The book of Nehemiah, chapter 6, verses 15. നിങ്ങൾ ആ വാക്യം എടുക്കാനായിട്ട് ഞാൻ സ്ലോയിൽ പറയുന്നു. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ദൈവമക്കളെ, അകത്ത് പെടച്ചിലുള്ളവൻ, he was not satisfied with the comfort in the palace. He was comfortable in his circumstances, but his heart was paining. His heart was crying. He was grieving inside. നമുക്ക് നല്ല വീട് ദൈവം തന്നിട്ടുണ്ടായിരിക്കും. നല്ല ചുറ്റുപാടുകൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ബാങ്ക് ബാലൻസും നമ്മുടെ നല്ല തലമുറകളെയും ദൈവം തന്നിട്ടുണ്ടായിരിക്കും. But do you have a pain, inner craving, inner cry about the perishing souls? ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം, അതൊരു ജൂയിഷ് മന്താണ്, 25-ാം തീയതി തീർത്തു. ഇതൊരു ദൂതായിട്ട് സ്വീകരിക്കുക. അകത്ത് കരച്ചിലുള്ളവൻ പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ, അവൻ ഉപവസിക്കാൻ തുടങ്ങിയാൽ ദൈവം ദർശനങ്ങളെ കൊടുക്കും. നീ ചിലത് പണിത് പൂർത്തീകരിക്കാൻ പോകുക. പണിത് തീർത്തു എന്നാ പറഞ്ഞ്, ബാലൻസ് ഇട്ട് ചെയ്യാനല്ല, പണി തീർക്കുന്നു. You don't want to, thank you Lord Jesus. അടുത്ത വാക്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. Verse 16. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ദൈവമക്കളെ, you don't want to insult your enemies. They will be insulted by themselves. ദൈവമക്കൾക്ക് ജയം കൊടുത്തപ്പോ ചുറ്റുമുള്ള ജനങ്ങൾക്ക് മൊത്തം ഭയമായി. അവർക്ക് മനസ്സിലായി ഇവരുടെ കൂടെയുള്ള ദൈവം
ആമേൻ, പണിയാൻ കഴിവുള്ള ദൈവമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ദർശനമുള്ള ദൈവമക്കളോടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ദൈവമക്കളെ, ആമേൻ, നമ്മിലൂടെ ഒരു ദൈവിക പണി പട്ടണത്തിൽ സാധ്യമാക്കി കഴിയുമ്പോൾ പട്ടണത്തിലുള്ള സ്ട്രോങ് ഹോൾസ്, പട്ടണത്തിലുള്ള ജാതികൾ പറയും, ഇവരുടെ കൂടെയുള്ള ദൈവം സർവശക്തനായ ദൈവമാണ്. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങളിലൂടെ, നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവം ചെയ്യിക്കുന്ന പണി കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെടും. നമ്മൾ ശത്രുക്കളെ ഭയപ്പെടുത്താൻ നടക്കുക, നമ്മൾ ഭയപ്പെടുത്തണ്ടെന്നേ. ദൈവം നമ്മിലൂടെ ചെയ്യിക്കുന്ന ദൈവപ്രവൃത്തിയെ കാണുമ്പോൾ അവർ ഭയപ്പെടും. ശത്രുക്കൾക്ക് ഭയമായി. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ശത്രു ഭയവുമായി നിന്റെ വാതിക്കൽ മുട്ടി വിളിക്കുമ്പോൾ ശത്രുവിനോട് നീ പറ, Devil, I am houseful. I am full of faith. I am already full. Please find another place. നിനക്ക് പറ്റിയ വേറൊരു സ്ഥലം നോക്കിക്കൊള്ളുക. എന്റെ അകത്ത് വിശ്വാസം നിറഞ്ഞിരിക്കുക. എന്റെ അകത്തേക്ക് ഭയത്തെ കയറ്റാൻ പറ്റത്തില്ല. വിഷൻ, ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ആമേൻ. ചിലരുടെ വിഷൻസ് 10ാം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ ചിലരുടെ വിഷൻസ് മാറും. MBBSന് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ ചിലരുടെ വിഷൻ മാറും. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഡയറിക്കകത്ത് നിങ്ങൾ എഴുതി വെക്കുക, സാഹചര്യങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതാണ് എന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ദർശനം. The circumstances around me cannot change my vision. Yes, സാഹചര്യങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയാത്തതാണ് എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വിഷൻ. It is the greater purpose of your life. Hallelujah. ദൈവമക്കളെ, നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ നമുക്ക് ആ മൊബൈൽ ഫോണിനെ ഒരു പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. മേശപ്പുറത്തുനിന്ന് പേപ്പർ മറന്നു പോകാതിരിക്കാൻ നമുക്കതെടുത്ത് വെക്കാം. അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാം, ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കാം, അതിനെ കാൽക്കുലേറ്ററായി ഉപയോഗിക്കാം. ഡിഫറെന്റ് പർപ്പസ്. പക്ഷേ there is a catalog, there is a manual. ഈ മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കത്ത് പോലും ഇല്ലാത്ത 1-2 പേപ്പറുകൾ അതിന്റെ കൂടെ ഉണ്ടാകും. ബട്ട് ഇഫ് യു റീഡ് ഇറ്റ് കെയർഫുള്ളി, അതൊന്ന് വായിച്ചാൽ, ഏത് ഇലക്ട്രോണിക് സാധനമാണെങ്കിലും അതിന്റെ മാനുഫാക്ചേഴ്സ് അതിന്റെ കൂടെ ഒരു കാറ്റലോഗ്, ഒരു യൂസർ മാനുവൽ കൊടുക്കും. അത് വായിച്ചാൽ, അത് നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റിയാൽ, യു ക്യാൻ പ്രൊലോങ് ദ ലൈഫ് ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്. അത് മാത്രമല്ല, അതിന്റെ ഫുൾ ഓപ്ഷൻസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ആമേൻ, സ്തോത്രം, അതിനെ ശക്തമായി നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പീപ്പിൾ ഓഫ് ഗാഡ്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ, ആമേൻ, സ്തോത്രം, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. നാം ദൈവമല്ല, എന്നാൽ ദൈവത്തെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. I am created in his own image and likeness. So my manufacturer is God. ദൈവമാണ് എൻ്റെ മാനുഫാക്ചറർ. എൻ്റെ മാനുഫാക്ചറർ എനിക്ക് തന്ന കാറ്റലോഗാണ്, യൂസർ മാനുവലാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്താണോ പറയുന്നത്, that is my caliber. അതാണ് എൻ്റെ കാലിബർ. ദാറ്റ് ഈസ് മൈ എബിലിറ്റി. ദൈവത്തിന്റെ വചനം എന്താണോ പറയുന്നത്, അതാണ് എൻ്റെ എബിലിറ്റി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ യൂസർ മാനുവൽ, ദ വേർഡ് ഓഫ് ഗോഡ് എന്തു പറയുന്നു, ഇതിനെ ഒന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. Why God sent you to USA? Why God sent you to Kuwait? Why God sent you to Mumbai? Why God sent you to Pune? God has a purpose. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Amen. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരാളുടെ ദർശനമല്ല ദൈവം മറ്റൊരാൾക്ക് കൊടുത്തേക്കുന്നത്. I always say there is not a refrigerator in the heaven, and there is not a photostat machine in the heaven. There is not a Xerox company in the heaven. ദൈവത്തിന്റെ ആമേൻ കയ്യിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കമ്പനി ഇല്ല. When God gives you a vision, that vision will be unique. മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലുള്ള 15 പാസ്റ്റർമാർക്കുള്ള ദർശനമായിരിക്കത്തില്ല നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. Maybe they will call you as a cracked person. They may call you as a fool, but go forward. God is with you and he will fulfill your vision.
ഒരാളുടെ ദർശനമല്ല ദൈവം വേറൊരാൾക്ക് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫോട്ടോകോപ്പി. യു ആർ യുണീക്ക് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. മൈ ഗാഡ് ഈസ് എ യുണീക്ക് ഗാഡ്. ഈ ദൂത് നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലോട്ട് നോക്കിക്കേ, അതിനകത്ത് അറഞ്ചം പുറഞ്ചം കുറെ വരകളുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ഒരാൾക്കോ ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കോ ഇനി ജീവിക്കാൻ പോകുന്ന ഒരാൾക്കോ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്ന ഡിസൈൻ ദൈവം കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കത്തുമില്ല. ബിക്കോസ് യു ആർ യുണീക്ക് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വാഗ്ദത്തം യുണീക്കാണ്. Nehemiah got a vision. Hallelujah. That God should achieve through him. Leadership. ഒരു നേതാവിന് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നെഹമ്യാവിന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, യോ പാസ്റ്റർമാരല്ലയോ നേതാക്കന്മാരെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന കമ്മിറ്റി മെമ്പേഴ്സിനെ പറ്റി, സെക്രട്ടറിമാരെ പറ്റി, ട്രഷറർമാരെ പറ്റി, അല്ലെങ്കിൽ നമുക്കൊരു ലോകപരമായിട്ട് പറഞ്ഞ MLA MP-മാരെ പറ്റിയാണ് ലീഡേഴ്സ്. പീപ്പിൾ ഓഫ് ഗോഡ്, വി ഓൾ ആർ ലീഡേഴ്സ്. നമ്മളെല്ലാവരും ലീഡർമാരാ. ഒരു കുടുംബത്തിന്റെ ലീഡർ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ലീഡർ തന്നെയല്ല, നമ്മളെ തന്നെ നയിക്കുന്ന ഒരു ലീഡേഴ്സാണ് നമ്മൾ. വി ആർ leaders. Thank you Lord Jesus. You are leading yourself. You are the leader of yourself. You are the leader of your family. You are the leader of your church. If your vision is dark, it is going to influence the people around you. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ദർശനം മങ്ങിയതാണെങ്കിൽ your church will be influenced. If you are in an influential position, entire people around you, entire people under your influence will be in darkness. So get a vision from God. ദൈവത്തിൽ നിന്ന് ഒരു ദർശനത്തെ പ്രാപിക്കുക. Hallelujah. I learned a lesson from Nehemiah that failure is not final. പരാജയം ഒന്നിന്റെയും അവസാനമല്ല എന്നൊരു ദൂതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നത്. തീ കത്തിക്കിടക്കുന്നു, മറ്റുള്ളവർ കണ്ടതുപോലെയല്ല നെഹമ്യാവ് കണ്ടത്. മറ്റുള്ളവർ കത്തിക്കരിഞ്ഞതാണ് കണ്ടത്, മറ്റുള്ളവർ തകർന്നു പോയതാണ് കണ്ടത്, മറ്റുള്ളവർ ഉദ്ധരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ടത്, മറ്റുള്ളവർ ചാരക്കൂമ്പാരമാണ് കണ്ടത്, മറ്റുള്ളവർ ചണ്ടിക്കൂമ്പാരമാണ് കണ്ടത്. എന്നാൽ നെഹമ്യാവ് കണ്ടത്, ഓ ഈ മതിലുകൾ മടങ്ങി വരും, ആമേൻ, ഈ ഗേറ്റുകൾ മടങ്ങി വരും, പണ്ടത്തേക്കാൾ മനോഹരമായി എനിക്ക് ഈ പട്ടണത്തെ പടുത്തുയർത്തുവാൻ കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. Amen. Can you see beyond the perception of a generation? Amen. മലയാളി ചർച്ചയുടെ പെർസെപ്ഷൻ എന്തായിരിക്കും? 100 പേര് വരണം, ഒരു ചെറിയ ഫ്ലാറ്റ് മേടിക്കണം, ആ ഫ്ലാറ്റിന്റെ നടുവിലത്തെ ഭിത്തി ഇടിച്ചു കളഞ്ഞിട്ട് 2 AC വെക്കണം, അടുക്കള നിൽക്കുന്ന ഭാഗത്തൊരു സ്റ്റേജ് വെക്കണം, 100 പേരുടെ മെഗാ ചർച്ചുമായിട്ടിരിക്കണം. That is the vision of Malayalis. I'm not blaming Malayalis കേട്ടോ, ഞാൻ കുറ്റം പറയല്ല. We have to break that cocoon. We have to break that safe zone in the name of Jesus. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാ, ദർശനമുള്ളവനോട് കൂടെ നിന്നാൽ നിനക്ക് ദർശനം കിട്ടും. വലിയ ദർശനമുള്ളവനോട് കൂടെ നിന്നാൽ വലിയ ദർശനം കിട്ടും. താങ്ക് യു ജീസസ്. ദ വിഷൻ വിൽ ബി ഓൾസോ ഇംപാർട്ടന്റ്. നമ്മുടെ നേതാക്കന്മാർക്ക് ദൈവിക വിഷൻസ് കിട്ടാനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാതെ ഇന്നു രാത്രി ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. മറ്റുള്ള തലമുറകൾക്കൊന്നും ആ ചിന്ത വന്നില്ല. യെരൂശലേമിലുള്ളവർക്ക് ആർക്കും ആ ചിന്ത വന്നില്ല. പക്ഷെ കൊട്ടാരത്തിനകത്തിരുന്നവൻ, വിഷണറി ആയിരുന്നവൻ, ദർശകനായിരുന്ന നെഹമ്യാവിനെ കൊണ്ട് ദൈവം ആമേൻ ആമേൻ അകത്തു പെയിൻ ഉള്ളവനെ ഉപയോഗിച്ച്, മനസ്സിലായോ? He started praying for the rebuilding. Oh my God, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, വെറുതെ കിടന്ന് ഉറങ്ങുന്ന അഴുപ്പന്മാരെ കൊണ്ട് ദൈവം പണിയിപ്പിക്കത്തില്ല. അകത്ത് ആമേൻ ആത്മദാഹമുള്ളവൻ, അകത്ത് ചെതറി നടക്കുന്നവർ, ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനെ കൊണ്ട് ദൈവം പണിയിക്കത്തില്ല. ഒരുപക്ഷെ പ്രവാചകൻ വന്ന് വാഗ്ദത്തം പറഞ്ഞിരിക്കും, ഒരുപക്ഷെ അപ്പനും അമ്മയും ആമേൻ സഹോദരന്മാരും അത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞിരിക്കും. പക്ഷെ നിന്റെ അകത്തളത്തിൽ ദൈവത്തെ പറ്റി, ദൈവരാജ്യത്തെ പറ്റി ഒരു വേദനയില്ലാത്തിടത്തോളം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. Thank you Lord Jesus.
മറ്റുള്ളവർക്ക് കാണാൻ കഴിയാഞ്ഞതിനെ ആമേൻ നെഹമ്യാവിന് കാണാൻ പറ്റും. അദ്ദേഹം പ്രശ്നത്തെ കണ്ടു. റിയലി ഹി നോ the problem. അദ്ദേഹം ആ പ്രോബ്ലത്തെ പെർസീവ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനു അപ്പുറത്ത് താൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നിലൂടെ ദൈവം ചെയ്യിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ നെഹമ്യാവ് കണ്ടു. പ്രശ്നത്തെ താൻ അവഗണിച്ചില്ല. തനിക്കറിയാം അത് പ്രശ്നമായി തന്നെ നിൽക്കുമ്പോൾ ആ ചണ്ടി കൂമ്പാരത്തിന്റെ നടുവിൽ നിന്ന് ആമേൻ അതിനെ പുനരുദ്ധരിക്കുവാൻ, അതിനെ വീണ്ടും പണിയുവാൻ, ആ മതിൽ നിന്ന സ്ഥലത്ത് തന്നെ പുതിയതിനെ കെട്ടിപ്പൊക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ആ മനുഷ്യന് മനസ്സിലായി. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ചണ്ടിക്കുമ്പാരങ്ങളുടെ നടുവിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. മുഴുവൻ പരാജയത്തിന്റെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അത് സത്യമാണത്, ഫാക്റ്റാണ്. പക്ഷെ ഒരു തലമുറ കണ്ടിട്ടില്ലാത്ത വിജയം നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്ത് കാണാൻ പറ്റുമോ? ഒരു തലമുറയ്ക്ക് കിട്ടിയിട്ടില്ലാത്ത ദർശനം ഈ പട്ടണത്തെ പറ്റി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയുമോ? ഒരു സഭയും പ്രാപിച്ചിട്ടില്ലാത്ത ദർശനം ഈ പട്ടണത്തെ പറ്റി നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമോ? You may be thinking ഇതൊരു ശുഭാപ്തി വിശ്വാസമാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ പേരാണ് ദർശനം. Hallelujah. See beyond things. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിക്കുവാൻ കഴിയുന്നവനെയാണ് വിഷൻ എന്ന് പറയുന്നത്. Hallelujah. Before other people think, a visionary will think. A leader will think. മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പേ. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ലാൻഡ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പെട്രോൾ വിട്ടുകൊണ്ട് നടന്ന പെട്രോൾ പമ്പിലെ ജോലിക്കാരന്റെ മകൻ 500 രൂപയ്ക്ക് ഫോൺ എങ്ങനെ കൊടുക്കാം, അവൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അവൻ അതിന്റെ മൊണോപ്പൊളി പിടിച്ചു. ദൈവമക്കളെ, ഞാനൊരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. രാത്രി വിശ്വസിക്കുക. Other people are thinking about problems, but you are thinking about a solution in the name of Jesus. Hallelujah. ഒരു കെട്ടിടം പണിഞ്ഞു ഉയർത്തുന്നതിന് മുമ്പേ അതിന്റെ രൂപരേഖ ഒരു എഞ്ചിനീയറിന്റെ ഹൃദയത്തിനകത്ത് പണിയുന്നത് പോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ 50, 60, 40, 30, 50 വയസ്സായി കാണും. No matter what age you have right now, നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാ, ദൈവത്തിന് അത് വിഷയമല്ല. എന്നാൽ വിശ്വസിക്കുക, എന്റെ ശിഷ്ടായുസിൽ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. Amen. See a vision. Bible says without vision people are perishing. There is no vision, people will perish. ദർശനമില്ലാത്തിടത്ത്, thank you Lord Jesus, ജനം വഷളായി പോകുന്നു, ജനം വഴിതെറ്റി പോകുന്നു, ജനം നശിച്ചു പോകുന്നു. ദൈവമക്കളെ, ദർശനമില്ലാത്തിടത്ത വഴക്കുണ്ടാകുന്നു, ദർശനമില്ലാത്തിടത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ദർശനമില്ലാത്തിടത്താണ് വിഭാഗീയത ഉണ്ടാകുന്നത്. ദർശനമുണ്ടെങ്കിൽ ദർശനമാ വിഷയം. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നെഹമ്യാവ് ആവശ്യങ്ങളെ അറിഞ്ഞു. എനിക്ക് പണിയാനായിട്ട് എനിക്ക് തടി വേണം, എനിക്ക് രാജാവിന്റെ അനുവാദം വേണം. അത് മാത്രമല്ല, തന്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ഭിന്നിച്ചിരിക്കുന്ന യഹൂദന്മാർ, യഹൂദ ജാതിയെ ഒന്നിപ്പിച്ച് ഈ പണിക്ക് വേണ്ടി ഒരുമിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന് വേണ്ടി കാൽ ചുവടുകളെ വെക്കാം. എത്ര പേര് അതിന് തയ്യാറാണ്? How many of you are ready? ഓ റബ ശന്തര. വെറുതെ പറഞ്ഞുകൊണ്ട് നടന്ന ഒന്നും നടക്കത്തില്ല. It's very easy to preach. Very easy to preach. If you know some scripture portion, you can preach simply. But can you pay a price for your vision? Can you come out of your comfort zones? ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നെഹമ്യാവിനെ പോലെ ദർശനമുള്ള ചിലര് കംഫർട്ട് സോണുകളെ പൊളിച്ചുകൊണ്ട്, കൊട്ടാരത്തിന്റെ കംഫർട്ട് സോണുകളെ പൊളിച്ചുകൊണ്ട്, സ്വാർത്ഥതയുടെ കംഫർട്ട് സോണുകളെ പൊളിച്ചുകൊണ്ട്, ഈഗോയുടെ കംഫർട്ട് സോണുകളെ പൊളിച്ചുകൊണ്ട് പുറത്തു വരട്ടെ. ദർശനം എന്താണ്? ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയണം. അതായിരുന്നു ദർശനം. പക്ഷെ അതിനപ്പുറത്ത് ദൈവം നെഹമ്യാവിലൂടെ ചെയ്തത് എന്തെന്നറിയാമോ? ഉടഞ്ഞുപോയൊരു സമൂഹത്തെ, തകർന്നുപോയൊരു സമൂഹത്തെ, ചെതറിപ്പോയൊരു സമൂഹത്തെ
വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥ ദർശനം. ഐ ബിലീവ് യു ഗോട്ട് ഇറ്റ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, താങ്ക് യു ലോർഡ്. തകർന്നു കിടക്കുന്ന ചിലതിനെ പണിയുവാൻ ചില നെഹമ്യാവന്മാരെ ദൈവം ഈ പ്രയർ ലൈനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നു. Some rebuilders. Oh my God. Write down in your diary, write down in your notebook that I am a rebuilder. I am a rebuilder. ഞാനൊരു പുനരുദ്ധരിക്കുന്നവനാണ്. തകർന്ന് തരിപ്പണമായി പോയത്, തകർന്നു വെണ്ണീരായി പോയത് ഇനിയും അവിടുന്ന് പണിയുവാൻ കഴിയത്തില്ല എന്ന് ലോകക്കാര് മുഴുവൻ പറഞ്ഞതിനെ ഞാൻ പണിയാൻ പോകുകയാണ്. Why God used Nehemiah? Why God used Nehemiah? ദൈവം എന്തുകൊണ്ടാണ് നെഹമ്യാവിനെ ഉപയോഗിച്ചത്? Before I'm going to conclude, Nehemiah was not a priest. Nehemiah was not a prophet. Nehemiah was not an anointed person. Nehemiah was merely just like you and me, a church goer. സഭയെ പോകുന്നൊരു സാധാരണക്കാരൻ, സാധാരണ വിശ്വാസി. നോ ക്രെഡൻഷ്യൽസ്. ഹേ കമോൺ, ഒരു കൊട്ടാരത്തിൽ ജോലിക്കാരനാണ്. ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ചിന്തിക്കും, കർത്താവേ, ഞാനൊരു അനോയിന്റഡ് സൂപ്പർ ഹീറോ ഒന്നും അല്ല. I'm not a miracle worker. I'm not a crusade preacher. I'm a normal guy. Thank you Lord Jesus. ഈ നെഹമ്യാവിനെ നോക്കിക്കേ, he was sufficient. മെറ്റീരിയൽ നീഡ്സ് എല്ലാം സഫിഷ്യന്റ് ആണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾ ചിന്തിക്കരുത്, പവർ വിഷനി പ്രസംഗിക്കുന്ന ആരെയും വന്ന് തലയെ കൈവച്ചു പ്രാർത്ഥിച്ചാലേ അത്ഭുതം നടക്കത്തുള്ളെന്ന്. ദൈവം തളർന്നു കിടക്കുന്ന ചിലരെ പണിയുവാൻ, തകർന്നു കിടക്കുന്ന ചിലരെ പണിയുവാൻ, തളർന്നു കിടക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങളെ ഉപയോഗിക്കുമെന്നാണ് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നത്. ടു റീബിൽഡ് ദ ബ്രോക്കൻ വാൾസ്, ദ ബ്രോക്കൻ ക്യാരക്ടേഴ്സ്, broken communities, broken relationships, broken marriages, broken businesses. God will enable you, God will equip you, God will strengthen you to rebuild. ചിലതിനെ പുനരുദ്ധരിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ആത്മാവിൽ ഇതിനെ സ്വീകരിക്കുക. തകർന്നു കിടക്കുന്ന ചിലതിനെ പണിഞ്ഞു വെക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, irresponsible people will complain. ദർശനമില്ലാത്തവൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതങ്ങനെയാ, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയും. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ചിലര് കുറ്റം പറഞ്ഞിട്ട് പറയും, നടക്കത്തില്ല. they will complain and walk away. ഒരു ദൂത് ഞാൻ പറയാം. your vision is not connected to your inability. The vision is not connected to your ability. It is connected to His faithfulness. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന നമ്മുടെ ശക്തിയോ നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ കഴിവുകേടുകളുമല്ല നമ്മുടെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ആധാരം. നമ്മുടെ കഴിവുമല്ല. അതിനപ്പുറമായി ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. നിങ്ങളുടെ കഴിവുകേടുകളോ കഴിവോ ഒന്നുമല്ല ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടക്കുന്നത്. നല്ല കോമളരൂപിയായ ഒരു കൊച്ചു ചെറുപ്പക്കാരനായിരുന്നു ദാവീദ്. നോക്കിക്കേ, ആ മലമടക്കുകളിലൂടെയൊക്കെ ആടുകളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആ കൊച്ചു ആട്ടിടെ ബാലനെ ഒന്ന് ശ്രദ്ധിച്ചേ. അവന് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഫ്രീ ടൈം എല്ലാം അവൻ കറങ്ങി അടിച്ച് നടന്നില്ല. അവൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അവന്റെ ഫ്രീ ടൈം എല്ലാം അവൻ ദൈവത്തോട് കൂടെ നടന്നു. മനോഹരമായ പാട്ടുകൾ പാടി. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവം ദാവീദിന് ജയം കൊടുത്തത് അവന്റെ എബിലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ലായിരുന്നു.
His victory was not connected to his ability, but it's God's ability. ദൈവത്തിന്റെ എബിലിറ്റി അവന്റെ മേൽ പകർന്ന് ദൈവം അവനെ മാനിച്ചു ഉയർത്തി. ആമേൻ. His vision lifted him up. Oh my God. ലോകപരമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ദാവീദിന് എവിടെ വരെ എത്താൻ പറ്റും? ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കൊട്ടാരത്തിലെ സ്വീപ്പറായിട്ടെങ്കിലും കയറാൻ പറ്റുമോ? അതിന് പോലും ഫിറ്റ് അല്ല. Entirely different profession, but God's ability. When David got the vision from the Lord, oh my God, God lifted him up. Your call is not connected to your location. Amen. Hallelujah. ഒരു പ്രത്യേക സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദർശനമല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ആളാണെങ്കിൽ കർത്താവ് പത്രോസോട് പറഞ്ഞു, പത്രോസേ, നീ പറഞ്ഞാൽ ഈ മല ഇവിടുന്ന് മാറിപ്പോകും. Thank you, Lord Jesus. Hallelujah. Thank you, Jesus. You will move the mountains. നിനക്ക് ഈ മലകളെ മാറ്റുവാൻ കഴിയും. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മലയെ മാറ്റിക്കളയാൻ പറ്റും. If you speak, നിങ്ങൾ സംസാരിച്ചാൽ, oh my God, നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ JCB കാണത്തില്ല, JCB ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. But you are going to move the mountains. ഒരു വാക്യമാണ് പഴയ നിയമത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. ഞാൻ നിന്നെ പല്ലുള്ളതും, ഇല്ലേ, അങ്ങനെയല്ലേ വാക്യം, മൂർച്ചയേറിയും പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കും. The literal translation, I will use you as a bulldozer. Hallelujah. Thank you, Lord Jesus. Oh, not talking about the lack or ability or disability or inability. The call of God, hallelujah, for you is your vision. Devam, amen, stotram. Devathinte ആത്മാവിനെ പറഞ്ഞ stop complaining. Amen. The visionaries will not complain. Next is ignoring. ചില ആൾക്കാര് ഉള്ള സത്യത്തെ മറക്കും. അതങ്ങനെയൊക്കെയാ ഈ പട്ടണത്തിന്റെ ചുറ്റുപാട്. അങ്ങനെയാന്നേ, ഇത്രയൊക്കെ ഡ്രൈവ് ചെയ്ത് ആരെങ്കിലും ആരാധനയ്ക്ക് വരും. Thank you, Lord Jesus. In the name of Jesus. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരുമോ? ആരെങ്കിലും സ്നാനപ്പെടുമോ? Hallelujah. Tonight the vision the Lord has imputed in you is pulling you out from your comfort zone. നമ്മുടെ ദർശനം ദൈവത്തിൽ നിന്ന് വരട്ടെ. Amen. Stop complaining. Stop condemning. Hallelujah. അത് ശരിയാവത്തില്ല. Hallelujah. എന്തുകൊണ്ട്? Amen. നെഹമ്യാവ് ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് ദൈവം ബാബിലോണിനെ നശിപ്പിക്കാൻ അനുവദിച്ചത്? ഹല്ലേലൂയ. ആ മതിൽ അങ്ങനെ, അത് ശരിയാവാനൊന്നും പോകുന്നില്ല, അതിനെ പണിയാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് നെഹമ്യാവ് പണിഞ്ഞില്ല. അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനല്ല നെഹമ്യാവ് നോക്കിയത്. കുറ്റം പറയുന്നത് നിർത്തിയിട്ട് നമുക്ക് പണിയാൻ ആരംഭിക്കാം. താങ്ക് യു ജീസസ്. കുറ്റം പറയുന്നവൻ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനെല്ലാം കുറ്റമായിരിക്കും. ഹല്ലേലൂയ. അവൻ ചിന്തിച്ചില്ല ദൈവത്തിന്റെ പദ്ധതി ആണെങ്കിൽ, ഇങ്ങനെ പറയുന്നുണ്ട്, അത് ദൈവത്തിന്റെ ന്യായവിധിയായിരിക്കും. നമ്മുടെ അകത്തോട്ട് നോക്കി, നമ്മളെല്ലാം പാപികളല്ലേ, we are sinners, we are scattered. അതുകൊണ്ടാ കത്തിപ്പോയത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം. അത് ആ മതിലിന് ആ ഗതിയാണ്, ആര് വന്നാലും അതിന് പണിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നെഹമ്യാവ് ചിന്തിച്ചില്ല അത് ദൈവത്തിന്റെ ആവശ്യമാണെങ്കിൽ മറ്റൊരാളെ എഴുന്നേൽപ്പിക്കട്ടെന്ന്. മക്കളെ, ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ് കേട്ടോ. ആമേൻ. ദൈവത്തിന് നിങ്ങളെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, if you are not ready for that, the consequence will be much higher than you think. Hallelujah. Thank you Jesus. ദർശനമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് വരുമ്പം ചിലര് സിനിമകളിൽ അന്വേഷിക്കും, ചിലർ യൂട്യൂബിൽ അന്വേഷിക്കും, ചിലർ ഗൂഗിളിൽ അന്വേഷിക്കും. But I want to tell you, people of God, take your vision from the cross, because
already paid the price for your victory. He has already paid the price for your vision. ദൈവമക്കളെ, വിഷൻ പ്രാപിക്കാൻ വേറെ എങ്ങും പോകരുത്. നേതാക്കന്മാരുടെ അടുത്ത് പോകരുത്. Go to the Calvary. കൽവറിയിലേക്ക് പോകുക. ഓ മൈ ഗാഡ്, അവിടെ നിന്റെ ദർശനത്തിന് വേണ്ടുന്ന വില കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കർത്താവിനോട്, കർത്താവേ, ചർച്ച് ഗേറ്റില് ഒരു സെന്റ് വസ്തുവിന് എത്ര സ്ഥലമാണ്, എത്ര രൂപയാന്ന് അങ്ങക്ക് അറിയത്തില്ലേ? എന്റെ കപ്പാസിറ്റി അറിയാം, എന്റെ സഭയിൽ വരുന്ന ദൈവമക്കളുടെ കപ്പാസിറ്റി അറിയാം. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, paid it off. ഞാൻ കൊടുത്തു കഴിഞ്ഞു. Come on, take it in the name of Jesus. Receive it as a prophetical word. കർത്താവ് കൊടുത്തു വീട്ടിക്കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒരു കാളവണ്ടി പോലും സ്വന്തമായിട്ടില്ലാത്ത ശിഷ്യന്മാരോട് പറഞ്ഞു, യഹൂദ്യയിൽ, ശമരിയയിൽ, ആമേൻ, യെരൂശലേമിൽ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. Amen. Even the disciples, they didn't have a bullock cart. Amen. നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു തുരുമ്പ് സൈക്കിൾ പോലും ഇല്ലാത്തവനോടാ പറഞ്ഞേ. ഓ, ഇന്നലെ വന്ന കർത്തദാസനോട് ഞാൻ ഒത്തിരി ബഹുമാനമുണ്ട്. I love his heart. He prophesied to me that I will receive a private jet. In fact, I didn't look how many of you were lifting your hands and saying amen for that. നിങ്ങൾ എത്ര പേര് അതിന് ആമേൻ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പ്രൈവറ്റ് ജെറ്റ് കിട്ടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. I was thinking about his vision. Hallelujah. അക്കത്തദാസന്റെ വിഷനാണ്. Thank you Lord Jesus. Private jet is nothing for the Lord. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എൻ്റെ ആവശ്യം നോക്കിയാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. When I need a bicycle, God will provide me a bicycle. When I need a bike, God will give me a bike. When I need a car, God will provide me a car. എനിക്ക് കാറി നടന്നാ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, അയ്യോ, കർത്താവ് എനിക്ക് വേണ്ടി അവൻ ഫ്ലൈറ്റ് തരും. It's not a big task for my God. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It is not success, it is not money, it is not position. ദൈവത്തിന്റെ ദർശനമാണ് കാര്യം, ജീവിതത്തിന് അർത്ഥം തരുന്നത്. ഹല്ലേലൂയ. ഓ മക്കളെ, ദൈവമക്കളെ, താങ്ക് യു ജീസസ്. ഞാൻ മറ്റൊരാളെ പോലെ ആകാൻ എനിക്ക് പറ്റത്തില്ല. Benny has a ministry and other pastors has a ministry. So എനിക്ക് അവരെ പോലെ ആകാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അവരെ പോലെയല്ല. താങ്ക് യു ജീസസ്. I am unique in Christ. ആമേൻ. പക്ഷെ അവർക്കില്ലാത്തത് എന്തോ ദൈവം എന്റെ കൈ തന്നിട്ടുണ്ട്, അതെനിക്കറിയാം. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ആത്മാവിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. God's leader respond to a call. A call. ദൈവത്തിന്റെ നേതാക്കന്മാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പ്രീസ്റ്റോ പ്രൊഫറ്റോ ഒന്നും അല്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ വിളിയോട് നിങ്ങൾ പ്രതികരിക്കും. Nehemiah understands his leadership as a calling from God. ദൈവത്തിൽ നിന്നുള്ളൊരു വിളിയായിട്ട് നെഹമ്യാവ് അതിനെ തെരഞ്ഞെടുത്തു. Nehemiah listened and came to see the need. അദ്ദേഹം ദൈവത്തിന്റെ ആവശ്യത്തെ തന്റെ ആവശ്യമായിട്ട് കണ്ടു. My God, that is amazing. The Lord is speaking to you ഇന്ന് രാത്രി. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആവശ്യത്തെ, yes Lord, നമ്മുടെ ആവശ്യമായിട്ട് കാണാൻ പറ്റുമോ? മതിൽ പണിയേണ്ടത് ആരുടെ ആവശ്യമാ? മതിൽ പണിയേണ്ടത് അവിടെ ഉള്ളവരുടെ ആവശ്യമാ. പക്ഷെ ഒരു സെക്യൂർ ആയിട്ടൊരു പൊസിഷനിൽ ഇരിക്കുന്ന നെഹമ്യാവ് കരയാൻ തുടങ്ങി. അതിന്റെ പേരാ ദൈവമക്കളെ ആത്മഭാരം. താങ്ക് യു ജീസസ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Can you respond to God's call? A God's leader will respond to God's call. ദൈവത്തിന്റെ വിളിയോട് അവൻ പ്രതികരിക്കും. God's leader cares for the people and their situation. Amen. നെഹമ്യാവ് ദൈവത്തിന്റെ വാക്ക് മാത്രമല്ല, തന്റെ കൂടെയുള്ള ജനങ്ങളുടെ വാക്കും കൂടെ അദ്ദേഹം ശ്രദ്ധിച്ചു. അവരുടെ സിറ്റുവേഷനെ അവൻ ശ്രദ്ധിച്ചു. നെഹമ്യ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, I will tell you very openly, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു തലമുറയും കൊണ്ട് ദൈവത്തിന്റെ പണി ചെയ്യാൻ പറ്റത്തില്ല. Some churches are filled with the people with ego.
ഈഗോ എന്ന് വെച്ചാൽ എന്താ? ഇത് വളരാൻ പാടില്ല. കാരണം എന്നെ പോലെ കഴിവുള്ള, ഇപ്പൊ പാട്ട് പാടുന്ന, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളൊരു സഭയിലുണ്ടെങ്കിൽ ആ ആള് ചിന്തിക്കുകയാണ്, ഇനി നല്ലതായിട്ട് പാടുന്നവരാരും ഇങ്ങോട്ട് വരരുത്, കാരണം വന്നാൽ എൻ്റെ അവസരം നഷ്ടപ്പെടും. പക്ഷെ വിഷൻ ഉള്ള ഒരുത്തൻ ചിന്തിക്കും, പാട്ടുപാടുന്ന 2 പേരുടെ വന്നാൽ എൻ്റെ കൊയർ വലുതാകും, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും. താങ്ക് യു ജീസസ്. പ്രസംഗിക്കുന്ന നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ, അല്ലെ പാസ്റ്റർ ആണല്ലോ, ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ സഭയെ വേറെ പ്രസംഗിക്കുന്നവരാരും എഴുന്നേക്കരുത്. താങ്ക് യു ജീസസ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പോലെ സമ്പന്നന്മാരാരും സഭയെ വരരുത്, അല്ലെ എൻ്റെ പ്രൊഫഷനിലുള്ളവരാരും വരരുത്. വരുന്നവരെ ചില ആൾക്കാരുണ്ട്, വരുന്നവരെ അവരുടെ ഈഗോ വെച്ച്, അവരുടെ മുഖം മാറ്റി കാണിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുസൃതി ഒപ്പിച്ച് അവരോടിച്ചു കളയും. അങ്ങനെയുള്ള സഭയെ വളർത്താൻ ഇനി ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ടിറങ്ങി വന്നാലും നടക്കത്തില്ല. യു ഹാവ് ടു ബി വിത്ത് വിഷൻ. വിഷൻ ഉള്ളവന്റെ അകത്തുനിന്ന് ഈഗോ ഒക്കെ പോകും. ആത്മാക്കളെ നേടുക എന്ന ഭാരമാ നമ്മുടെ അകത്ത് കിടക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. അണ്ടർസ്റ്റാൻഡ് യുവർ പീപ്പിൾ. കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ നെഹമ്യാവിന് പറ്റി. ഹല്ലേലൂയ, ആമേൻ. അദ്ദേഹം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. I'll just take it and read. ആമേൻ. അദ്ദേഹം പറയുന്ന വചനങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഞാനെന്ന പദപ്രയോഗമല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്. 2:17 സ്തോത്രം. അനന്തരം ഞാൻ അവനോട്, യെരൂശലേം ശൂന്യം, അതിന്റെ വാതിൽ തീർന്നു കിടക്കുന്ന നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കുവാൻ തക്കവണ്ണമല്ല യെരൂശലേമിന്റെ മതിലുകളെ പണിയുക എന്ന് പറഞ്ഞു. നാം പണിയും, ഞങ്ങൾ പണിയും. ഹല്ലേലൂയ, ഐ ലവ് ഇറ്റ്. നിങ്ങളുടെ അകത്ത് ഇത് കയറുന്നുണ്ടോ? താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തിൽ, നിങ്ങൾ നിൽക്കുന്ന പട്ടണത്തിൽ, നിങ്ങൾ നിൽക്കുന്ന സഭയുടെ ദർശനത്തോടെ കൂടെ ചേർന്ന് നിന്ന് പണിയാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. മിനിസ്ട്രി ഈസ് നോട്ട് എ വൺ മാൻ ഷോ. കർത്താവായ യേശു ക്രിസ്തുവിന് ഒറ്റയ്ക്ക് മിനിസ്ട്രി ചെയ്താൽ പോരായിരുന്നു. Why he selected 12 disciples? Jesus selected 12 disciples. കാരണം ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു ചെയ്തതിന് അപ്പുറം ചെയ്യാനാണ് ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തത്. ഓ മൈ ഗാഡ്, അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ, ആമേൻ, എപ്പോഴും നിങ്ങൾ കെയർ ചെയ്യുക. ലുക്ക് ടു ദം. അവരെ മനസ്സിലാക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ പറയുന്നത്, അവരെ മനസ്സിലാക്കുക, അവരെ ഉൾക്കൊള്ളുക. താങ്ക് യു ജീസസ്. ഓ ഷാതാറാബാബാസിക്കേരെ, ആമേൻ, സ്തോത്രം. താങ്ക് യു ലോർഡ്. ഐഡന്റിഫൈ ദ പ്രോബ്ലം. ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുവാനല്ല, ആ പ്രശ്നത്തെ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് തന്നെ വിശ്വസിക്കുക. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് മൈ ഗാഡ്. ഹല്ലേലൂയ. ചിലർക്ക് പ്രശ്നത്തെ പറയുന്ന പേടിയാ. യോ, തീ വന്ന് ചുട്ടു കിടക്കുന്നു. നോ, അഡ്രസ് ദാറ്റ് പ്രോബ്ലം. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക. നിന്റെ കാലുകൾ വാഗ്ദത്തമുള്ളതാണെങ്കിൽ ആ കാൽപാദങ്ങൾ കവിഞ്ഞൊഴുകുന്ന യോർദാനിൽ തൊടട്ടെന്നേ. Let it touch the problems. അതിനെ കണ്ടിട്ട് കാണാതെ പോയിട്ട് കാര്യമില്ല. അതിനെ അഡ്രസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അഡ്രസ് ദ പ്രോബ്ലം and receive a vision from the Lord. God will use you. Hallelujah. ദൈവമക്കളെ, and the prayer is essential to know God's will. ദൈവത്തിന്റെ ആമേൻ ഹൃദയം അറിയണമെങ്കിൽ, ആമേൻ, നമുക്ക് ഒരു പ്രാർത്ഥനാ മുറി ആവശ്യമാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്, ദൈവത്തിന്റെ ഗൈഡൻസ് അറിയണമെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയത്തുടിപ്പുകളെ അറിയണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ മുറി ആവശ്യമാണ്. പ്രാർത്ഥനാ മുറി പ്രസംഗമുറി പോലെയല്ല. പ്രാർത്ഥനാ മുറി എഴുത്തുമുറി പോലെയല്ല. പ്രാർത്ഥനാ മുറി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹബക്കൂക്ക് പ്രവാചകൻ, ആമേൻ, സ്തോത്രം, കൊടുമുടിയിലേക്ക് കയറുന്നത് തന്റെ ജനത്തിനു വേണ്ടി ഒരു വിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. ആ ദർശനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഹബക്കൂക്ക് തയ്യാറായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ,
ഗോഡ്സ് വിഷൻ ഈസ് സിമ്പിൾ. ദൈവത്തിന്റെ ദർശനങ്ങൾ നമ്മൾ ചിന്തിക്കും, ചിലരതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഹല്ലേലൂയ. നെഹമ്യാവിന് ദൈവം കൊടുത്ത ദർശനം 3 വാക്കുകളാണ്: റീബിൽഡ് ദ വാൾ. ആമേൻ. മതിലുകളെ പണിയുക, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുക. ഹല്ലേലൂയ. ആമേൻ. അവിടെയുള്ള ജനത്തിന് ഒത്തിരി ആവശ്യമുണ്ട്. അവർക്ക് പൊളിറ്റിക്കൽ ആവശ്യം ഉണ്ടായിരിക്കും, അവർക്ക് കുഞ്ഞുങ്ങളുടെ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ അവരാവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ ദർശനത്തിനായിട്ട്, അവരാ ആലയത്തിന്റെ, അവരാ റീബിൽഡിംഗ് ദ വാളിനായിട്ട് ആമേൻ അവരുടെ സമയത്തെ മാറ്റിവെച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന വിഷൻ ഫുൾഫിൽ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നേട്ടവും കൊയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഗോഡ്സ് ലീഡേഴ്സ് ബിൽഡ്സ് എ ടീം. ടീം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അല്ല. Nehemiah gained the trust of the people. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടത്തിന്റെ ട്രസ്റ്റ് കിട്ടി. കുറെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. യോഗ്യന്മാര് ഇല്ലേ, കഴിവുള്ളവര്, ആരും അതിന് ചുമൽ കൊടുത്തില്ലെങ്കിലും ദൈവം വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിച്ചു. ദൈവമക്കളെ, ഒരു കാര്യം സുനിശ്ചിതമാണ്: ദൈവത്തിന്റെ ദർശനത്തോടുകൂടെ നാം മുന്നേറുമ്പോൾ കഴിവുള്ളവര് ചുമൽ തന്നില്ലെങ്കിലും നീ ഭാരപ്പെടരുത്. ആമേൻ. വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ ദൂത് സ്വീകരിക്കുക. നീ ഒരു ദർശനമായിട്ട് എഴുന്നേൽക്കുമ്പോ ആമേൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് നീ ചിന്തിക്കുന്നവർ പുറകോട്ട് മാറിപ്പോയാൽ വിശ്വസ്തരായവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വിശ്വസ്തരായവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദർശനത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു ലീഡർ, he will keep the real purpose before the people. ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ റിയൽ പർപ്പസ് ആയിരിക്കും അവൻ വെക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. Thank you Lord Jesus. God's leader is not discouraged by adversity. അവനെ പരിഹസിച്ചാലോ, അവനെ നിന്ദിച്ചാലോ, അവനെ റിഡിക്യൂൾ ചെയ്താലോ, അവനെ മോക്ക് ചെയ്താലോ ഒന്നും അവൻ ഡിസ്കറേജ് ആകത്തില്ല. Because he know that he is doing a great work. ദൈവത്തിന്റെ വിഷൻ ഫുൾഫിൽ ചെയ്ത് നിൽക്കുമ്പോൾ നെഹമ്യാവേ, നീ മനസ്സിലാക്കുക, you are doing a great work. Nehemiah 6:3 he says, hallelujah, ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു, ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. Nehemiah know that vision of rebuilding the wall was a great work. Hallelujah. He was doing a great work. ദൈവമക്കളെ, fulfilling God's vision is not a minimal work, it's a great work. So God is enlarging a vision. ദൈവം ഇന്ന് രാത്രി ചിലരുടെ ദർശനത്തെ വലുതാക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയുമോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ദർശനത്തെ പ്രാപിക്കുക. നിങ്ങളുടെ കഴിവുകേടുകളോ നിങ്ങളുടെ കഴിവോ അല്ല ദൈവത്തിന് വിഷയം. God is faithful. നിങ്ങളുടെ കഴിവുകേടുകൾക്കും കഴിവിനുമൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ എബിലിറ്റി, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലും എന്റെ മേലും പകർന്ന് ദർശനത്തിലെ പൂർത്തികളിലേക്ക് എത്തിക്കുവാൻ മതിയായവനായ ദൈവമാണ്. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നാം ദൈവത്തോടൊപ്പം ഒരു യാത്രയിലാണ്. ആമേൻ. ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടം പണി നിർത്തരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പുതിയ ആമേൻ ഒരു വിഷണറി, ഒരു ലീഡർ ഒരിക്കലും അവനോ അടങ്ങിയിരിക്കുന്നവനല്ല. താങ്ക് യു ജീസസ്. We keep seeking the new land that God is calling to us to reach. God always has something else for us to do. We cannot become what God wants us to be by remaining what we are. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളെ ദൈവസ്ഥലിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, അവിടുന്ന് ദർശനത്തിനായിട്ട് സ്തോത്രം. ചില ദർശനങ്ങളെ പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി റിസീവ് യുവർ വിഷൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, എനിക്ക് ദർശനത്തെ തരണമെന്ന് പ്രാർത്ഥിക്കുക. ഓ റിയാലബ ശാന്തൽ പ്രൗഢമനഗഡാധനേസിയാതനാദന. താങ്ക് യു ജീസസ്. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവേ, ഞാനൊരു വീട്ടമ്മയായിരുന്നു, ഞാനൊരു ടീച്ചറായിരുന്നു, ഞാനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, ഞാനൊരു ഡ്രൈവറായിരുന്നു, ഞാനൊരു പാസ്റ്ററായിരുന്നു. സോ ദൈവം ചോദിക്കും, ഞാൻ നിനക്ക് തന്ന വിഷൻ എന്താ നീ ചെയ്തത്? Did you accomplish the vision that God has given to you? നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.
ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവ് എൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ച തൂതൊന്നുകൂടെ പറയാം. വിഷൻ പ്രാപിക്കേണ്ടത് മനുഷ്യന്റെ ലീഡർഷിപ്പ് ക്ലാസ്സിൽ നിന്നല്ല, വിഷൻ പ്രാപിക്കേണ്ടത് കാൽവറിയുടെ ചുവട്ടിൽ നിന്നാണ്. അവിടെയാണ് നിന്റെ ദർശനത്തിനുള്ള വില മുടക്കിയിരിക്കുന്നത്. താങ്ക് യു ജീസസ്. ഫെയ്ത്ത് സിറ്റിയോടുള്ള എക്സ്ക്ലൂസീവ് ദൂതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പറയിപ്പിച്ചത്. ദൈവമക്കളെ, ഫോർ അസ്, നമുക്ക് വേണ്ട കെട്ടിടങ്ങൾ, നമുക്ക് വേണ്ടുന്ന ആമേൻ സ്തോത്രം ആവശ്യങ്ങളെല്ലാം കാൽവറിയിൽ ഓൾറെഡി കർത്താവ് മുടക്കി കഴിഞ്ഞു, മുടക്കി കഴിഞ്ഞു. You have to receive it. You have to conquer it. You have to come out of your safe zone. ചില പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് ഇന്ന കാര്യമുണ്ട്. കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു കൈയിൽ വാള് പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് പണി നടത്തിയ നെഹമ്യാവിന്റെ തലമുറ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. God bless you all. A generation with vision. Amen. നെഹമ്യാവിന്റെ വിഷൻ കൊടുത്തതുപോലെ ഹല്ലേലൂയ, വിഷൻ ഉള്ളവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. I'm going to finish. വിഷൻ ഉണ്ടോ, you will get a commitment. You will have a commitment. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടോ, ദൈവം കൊടുത്തിരിക്കുന്ന അതേ സാമാന്യ വിഷൻ ഉള്ളവരുമായിട്ട് you will be easily connected. എതിരുണ്ട്, പക്ഷെ പൗലോസിനെ പോലെ പറ, വലുതും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, എതിരുകളും വളരെയുണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി, ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, നെഹമ്യാ പറഞ്ഞു, ഫോർ എ ഗ്രേറ്റ് പർപ്പസ്, ഫോർ എ ഗ്രേറ്റ് വർക്ക്. താങ്ക് യു ലോർഡ് ജീസസ്. ഗ്രേറ്റ് വർക്ക്, വലിയ ദൈവപ്രവൃത്തി, ചെറുതൊന്നും വേണ്ട, വലിയ വൻകാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കും. എന്റെ ശിഷ്ടായുസിൽ ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്, എന്റെ തലമുറ കണ്ടിട്ടില്ലാത്തത് ദൈവം എന്നിലൂടെ ചെയ്യിക്കും. അത് നിവർത്തിക്കണമെങ്കിൽ ഇന്നു മുതൽ ഒരു ബ്ലൂ പ്രിന്റ് നിന്റെ അകത്തുണ്ടാകട്ടെ. ഒരു ബിൽഡർ വരയ്ക്കുന്നത് പോലെ എൻ്റെ സഭ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ദൈവദാസൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ തലമുറ ഇങ്ങനെ ആയിരിക്കണം. പോന്നിടത്തോട്ട് പോട്ടെന്നുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പെർമിസീവായിട്ടുള്ള ഹല്ലേലൂയ ഒരു പേരന്റിങ് പോലെയല്ല. പോന്നിടത്തോട്ട് പോട്ടെ, അതാണ് പെർമിസീവ് പേരന്റിങ്. അങ്ങനെയല്ല, പോന്നിടത്തോട്ട് പോന്നെന്നല്ല. എൻ്റെ തലമുറ അഭിഷേകം പ്രാപിച്ചേ ഒക്കത്തുള്ളൂ. ആരാധനയ്ക്കും മീറ്റിങ്ങിനും വരാതെ അവന്റെ ഒഴപ്പടി മാറിയേ പറ്റത്തുള്ളൂ. അവൻ ആത്മാവിൽ ജ്വലിച്ചേ ഒക്കത്തുള്ളൂ. ദൈവമക്കളെ, രാത്രി വിഷൻ കാണണം. നമ്മൾ നാട്ടുകാരെ മുഴുവൻ നേടിയിട്ട് നമ്മുടെ തലമുറ ദൈവസന്നിധിയിൽ ഇല്ലെങ്കിൽ നാം ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് get great visions from the Lord and pray for them and go ahead and break your cocoons of your safe zones. God will use you mightily. You have a vision. നിങ്ങളുടെ അകത്ത് ദൈവം ഒരു വിഷൻ തന്നിട്ടുണ്ട്. ആ വിഷന് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. സ്റ്റെപ്പ് വെക്കുക. 100 ഔട്ട് സ്റ്റേഷന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. God will use us. ദൈവം നമ്മെ അതിനു വേണ്ടി ഉപയോഗിക്കും. നമ്മുടെ കുടുംബ മഹിമയോ, നമ്മുടെ ത്വക്കിന്റെ നിറമോ, നമ്മുടെ നീളമോ വണ്ണമോ, നമ്മുടെ ബാങ്ക് ബാലൻസോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് സമ്പന്നരെയോ പാവപ്പെട്ടവരെയോ വിദ്യാഭ്യാസമുള്ളവരെയോ ഒന്നും ആവശ്യമില്ല. വിഷൻ ഉണ്ടോ, God will use you. നിനക്ക് ദർശനമുണ്ടോ, ദൈവം നിന്നെ ഉപയോഗിക്കും. ഞാൻ ഈ ബോംബെ പട്ടണത്തിലേക്ക് വന്നത് ആരെയും കണ്ടുകൊണ്ടല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനൊരു പെട്ടിയും പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, God has given me a vision and I believe God has already given me an army. ഒരു സൈന്യത്തെ ദൈവം എൻ്റെ കൂടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യമാണ്, ദൈവം അതിനായി നമ്മളെ ഉപയോഗിക്കും. God bless you all. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.